മുത്തായി തിളങ്ങുന്ന മുത്തഖിമാരുടെ അത്വർ ബൈത്തിര മെത്തയിൽ എത്തക്കി ഉന്നത രാജർ ശൈഖേ റളിയല്ലാഹു ഹൂ ഹര ഹര 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 ഹൂ ഹര ഹര. ജനങ്ങളുടെ പണം പിയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഈ അബൂ ഇവന്റെ ഭാര്യ പോലും ഇവൻ വിറ്റ് കാശാക്കൂലേ? അവന്റെ ഭാര്യ അവൻ വിൽക്കൂലേ? അത് വിൽക്കുന്നുണ്ടാവും, പറയാൻ പറ്റുന്നില്ല. ഇവന്റെ സ്വഭാവം വെച്ചുകൊണ്ട് ദജ്ജാലിന് പോലും ഇല്ലാത്ത സ്വഭാവം. അവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്നറിയോ? പച്ച കള്ളം പറയാ, പൈസ പിരിക്കാണ്. അവന് ഒരു നേരം പോലും അവനൊരു പണിയെടുക്കുന്നവനല്ല, തരത്തിലുള്ള വരുമാനം ഉണ്ടാക്കുന്നവനാണ് അവൻ. ദജ്ജാലാണ്, ദജ്ജാല്. കേട്ടോ, ആലിമുർ റബ്ബാനിയായ ഹാഫിൽ ഉസ്താദ് ഉണ്ടായത് കൊണ്ടാണോ എനിക്ക് മഴ കിട്ടണത്? ഇജി നേരത്തിന് മുടങ്ങണില്ലേ? അത് കിട്ടണ എന്തുകൊണ്ടറിയോ? ബഹുമാനപ്പെട്ട കുത്തുബുല്ലാലം ശൈഖുന കല്ലായിലെ യാർത്തിങ്ങക്ക് കൊണ്ടുപോകുന്ന പെണ്ണുങ്ങളെ ഓട്ടോറിക്ഷയിൽ ഇട്ടിട്ട് അവരെ ചെയ്ത പ്രവർത്തനം എന്റെ നാട്ടുകാർ പറഞ്ഞിട്ടാ. കല്ലായിൽ നടത്തുന്ന പ്രവർത്തനം പൂജാരിയായി നടത്തിയിരുന്നത് അന്യ സ്ത്രീകളെ ഓട്ടോയിലിട്ട് ചെയ്തത് ഇവിടെ തെളിവുണ്ടാ. കള്ള ഹിമാറെ, ഇത്തരം ഹറാം പറപ്പാടാ നീ ചെയ്യല്? നീ എവിടെ നടത്തി പഠിച്ചത്? ഇജ് റൈസാണ് വർത്താനം പറയണ്ടല്ലോ. എനിക്കിങ്ങനെ റൈസാകാൻ അറിയാഞ്ഞിട്ടാന്ന് പറഞ്ഞ വിചാരം. എടോ, ഞാനൊക്കെ എന്നോട് എത്രയോ മാന്യമായിട്ട് സംസാരിച്ച് സ്പീഡ് കുറച്ച്, ശബ്ദം കുറച്ച് എന്നോടൊക്കെ സംസാരിക്കണം. ഞങ്ങൾ കീപ്പ് ചെയ്യണം, മാന്യതയാണത്. പഹയ അന്യകാട്ടി നല്ല ഒച്ചയിലും സ്പീഡിലും ഇജ് പറഞ്ഞു കാട്ടി ഉഷാറായിട്ട് പറയാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടോ താക്കത്തില്ലാണ്ടോന്നല്ല തെണ്ടി പോത്തുകളി. ഏയ് ഉള്ളിപ്പുണ്ടല്ലോ നാറിയ എനിക്ക്. ഇജ് അങ്ങനെ തിരിഞ്ഞോ കിതാബ് പിടിച്ച് കണ്ട് ഉള്ളിപ്പുണ്ടല്ലോ. അതൊക്കെ കേൾക്കണമൊക്കെ മനസ്സിലാവും മജീദേ. ഊള ഈ പകരൊക്കെ എന്താ ആയി പോയത്? പറ്റ വിരാന്തായ ഉളുപ്പില്ലാത്ത ജാതി. ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയട്ടെ ഊളെ. ഉള്ളിപ്പുണ്ടല്ലോ ജാതിയെ. ഒരു ഉള്ളിപ്പില്ലാത്ത അഹങ്കാരി കിബിറന്മാര്. ഇതാണോ കിബിറാനാല്? മനസ്സിലായില്ലേ? ഊളകള്. ഈ പിന്നെ മേമാക്കാക്ക് പകരം മേമാക്കാക്ക് തെളിയിക്കാൻ പറ്റുമോ? പാച്ച നുണ പറയാം പകരം മേമാക്ക. അടിച്ചിക്കണടാ, ഞാൻ കഞ്ചാവ് അടിച്ചിക്കണ. ഏത് കഞ്ചാവ് എന്ന് എനിക്കറിയില്ലേ? ഉള്ളിപ്പുണ്ടല്ലോ നാറിയ എനിക്ക്. പെണ്ണുങ്ങൾ ശൈഖുനാക്ക് നല്ലോണം ഹിതമകൾ എടുത്തു കൊടുത്തീനി. ശൈഖുനാനെ പറ്റി പഠിക്കുകയെ ചുറ്റോട്ടും 3-4 യുവതികളേനിടോ അന്യ സ്ത്രീകൾ നിങ്ങൾ പറയുന്ന ആൾക്കാര്. മനസ്സിലായോ? നഫീസമാരും ആയിഷമാരും എന്തിനെ പൗഡർ ഇട്ട് കൊടുക്കാനും ഉയ്യാനും കുളിപ്പിക്കാനും. എന്നിട്ടെന്താ പാപ്പാക്ക് അത് പിന്നെ പെണ്ണായിട്ടാ തോന്നി. അന്നെ പോലെ വൃത്തികെട്ട മനസ്സാ പാപ്പാന്റെ മനസ്സ്. ഉള്ളിപ്പുണ്ടല്ലോ. എടോ, മഹാനരായ റിഫായി ശൈഖ് റളിയല്ലാഹുവിനെ പറ്റി അന്നത്തെ നിന്റെയും അന്റെ മുതുമുത്തപ്പൻ സുഹുലുലമകൾ പറഞ്ഞിനാ യാമൻ ജമാ ബൈനൻ നിസാഇ ബൈന റിജാലി വൻ നിസാ എന്ന്. മനസ്സിലായോ? അതേ ആരോപണ. ഇജെന്താ പറയണേ? വഹാബി, കടുത്ത വഹാബി. വെള്ളിയും കെട്ടി നടക്കുന്നു ആളുകളെ പേപ്പിക്കാൻ. അടാ, ഇവർക്ക് പെണ്ണുങ്ങളില്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല. അതാണ് ഈ കുരുവട്ടൂരി മുരീദ് മൂത്ര ഫൈസൽ പറയുന്നത്. പെണ്ണുങ്ങളുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. എന്താ ചെയ്യുക? എന്നിട്ട് അന്യ പെണ്ണുങ്ങൾ ഷെയ്ഖിൻ്റെ അടുത്ത് വന്നാൽ തിരുമ്പി കൊടുക്കണം പോരോ പല സ്ഥലത്തും. അതിന് പെണ്ണുങ്ങൾക്കൊരു പേര് ഇട്ടെടുത്ത് അത് പൂച്ചക്കുഞ്ഞുങ്ങളാണ്. തൊട്ടിട്ട് കളിച്ച് ഈ പരിപാടി അവസാനിപ്പിക്കാൻ നിർത്തിയാൽ ഞങ്ങൾ മുറിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അങ്ങനെ ലിംഗത്തിമ്മ കളിച്ചിട്ടൊന്നും ഈ ഏർപ്പാട് നിർത്താൻ സമ്മതിക്കൂല. ആണ് പെണ്ണ് എന്ന തരം തിരിക്കലൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും വരാം. ശൈഖ് അവർക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും. അതാണാകാം, പെണ്ണാകാം. അവർക്ക് ഇഷ്ടമുള്ളവരെ ഖിദ്മത്തിലാക്കും. അതൊക്കെ അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അവരെന്തുമാക്കും? അവരെ ശരീരത്തെ തന്നെ എന്തുമാക്കും? ആണിനെ പെണ്ണാക്കാനും പെണ്ണിനാണാക്കാനും കഴിയുന്നവരല്ലേ അവർ. എന്തിന്? ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ. നമ്മുടെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമമാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ ലദീ തങ്ങള് അതാ പെണ്ണിന്റെ കൈപിടിക്കുന്ന ശൈഖന്മാരെ സംബന്ധിച്ച്, ശൈഖെന്ന പേരിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് പറയാണ്, യാ ഗുലാം, കുട്ടി, അന്ത നഫ്സുൻ വ തബ്ഉൻ വ ഹവാ, നീ തടീച്ചയാണ്, നീ അതേ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവനാണ്. നീ സ്ത്രീകളുടെ അല്ലജാനിബ്, അന്യ സ്ത്രീകളെ കൂടെ ഇരിക്കുകയാണോ? വസിബിയാൻ, അടിയും മീശയും ഒന്നും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കുകയാണോ? സുമ്മത്തഖൂലുൽ ഔബാലീബിഹിം, എന്നിട്ട് അതുകൊണ്ടൊന്നും എനിക്ക് പ്രശ്നമില്ല എന്നാണോ നീ പറയുന്നത്? കദബത്ത, നീ കള്ളം പറഞ്ഞവനാണോ? ലാ യുവാഫിഖക ശർഉ വലൽ അഖ്ലു, ശരീഅത്ത് നിന്നോട് യോജിക്കൂല, അഖൽ ബുദ്ധിയും നിന്നോട് യോജിക്കൂല. തുളീഫു നാറൻ ഇലാ നാർ,
നീ തീയിന്റെ മേലെ തീ കൂട്ടുകയാണ്. ഹതബന്നിലാ ഹതബ്, വിറകിന്റെ മേലെ വിറക് കൂട്ടുകയാണ്. ഫലാ ജർമ യസ്തഹിലു ദാറു ദീനിക വ ഈമാനിക്, സംശയമില്ല നിന്റെ ഈമാനിന്റെ വീട്, നിന്റെ ദീനിന്റെ വീട് കത്തിപ്പോയി കേട്ടോ. അന്യപെണ്ണിന്റെ കൈപിടിക്കുന്ന ശൈഖന്മാർ എന്ന പേരിൽ ഇരിക്കുന്ന, തരീഖത്തിന്റെ പേരിൽ ഇരിക്കുന്നവരോട് വഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, നിന്റെ ദീനിന്റെ വീട് കത്തിപ്പോയി, നിന്റെ ഈമാനിന്റെ വീട് കത്തിപ്പോയി. ഇൻകാറു ശറഇ ലിഹാദാ ആമ്മുൻ ലം യസ്തസിനി ഫീഹി അഹദാ. ശറഇന്റെ നിയമം ഇതിൽ വ്യാപകമാണ്. ഒരു ശൈഖിനെയും ഒരു മുരീദിനെയും ഇതിന് അനുവദിച്ചിട്ടില്ല. അപ്പൊ ലോകത്തുള്ള മുഴുവൻ മശായിഖന്മാരും മുഴുവൻ ഔലിയാക്കളും ഇത് ഈമാൻ കത്തിപ്പോകുന്ന വിഷയമാണ് എന്നാ പറയുന്നത്. എന്താ ശൈഖുൽ മശായിഖ് പറയാൻ കഴിയാത്തത്? എന്താ ഖുതുബുൽ ആലം എന്ന് മടവൂരിനെ കുറിച്ച് പറയാൻ കഴിയാത്തത്? എന്താ സുൽത്താനുൽ ഔലിയ എന്ന് അള്ളാഹിന്റെ റസൂലിന്റെ വാരിസ്യങ്ങളിൽപ്പെട്ട ശൈഖുനായെ കുറിച്ച് സംസാരിക്കാൻ കഴിയാത്തത്? എന്തൊക്കെയോ കുറഞ്ഞു പോയിട്ടുണ്ടല്ലോ. അല്ല മോൻ്റെ ഇതല്ല പറഞ്ഞില്ലേ, നിങ്ങളെന്താ പറയേണ്ടത് ഞങ്ങൾ തീരുമാനിക്കല്, നിങ്ങൾ വിചാരിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത് എന്ന് പറഞ്ഞല്ലോ. പിസ്താൻ സുൽത്താനുലമ അതേമാതിരി ശൈഖുൽ മശായിഖ് എന്നൊക്കെ പറയാൻ കഴിയാത്തത് ഇജ് പഠിപ്പിച്ചിട്ടില്ല, ഞാൻ പഠിപ്പിച്ചാൽ പോരെ? ഇതല്ല പുസ്തകം പഠിപ്പിക്കണ്ടേ കായി? പുസ്തകം പറയാത്തിൽ എന്താ പറയാത്ത വെച്ചില്ല? പറയാത്ത എന്തായിക്കാരം ഇജല്ല പറഞ്ഞേ, നിങ്ങൾ എന്താ പറഞ്ഞിട്ട് ഞാനാ തീരുമാനിക്കരുത്? ഞാൻ തീരുമാനിച്ചാൽ പോരെ? ഞാൻ പുസ്തകം പറഞ്ഞോളൂ. പിന്നെ എന്താ പറയാത്ത വെച്ചേർക്കുക മോൻ്റെ? ഇജാ പറഞ്ഞ ക്ലിപ്പൊന്നുണ്ടോളി, ഇജല്ല പറഞ്ഞേ അതേക്കാരം പുസ്തകം പറയാത്തേ. ഉസ്താദ് പറയണമെങ്കിൽ ഉസ്താദിനെ കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കായി അനക്കാണ് പഠിപ്പിച്ചാൽ പോരെ? എന്നിട്ട് പഠിപ്പിച്ചാൽ വെച്ച് ഒന്നുകൊണ്ട് എന്താ പറയാത്ത വെച്ചാ ഏത് അടുപ്പ് നിശ്ചയം കഴിച്ചേ? നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ പറയന്നെയും. അല്ലാണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് ഇനി പരിപാടിയൊന്നുമില്ല. എന്നാ എനിക്ക് തീരുമാനിച്ചാൽ പോരാൻ കായി ഖുതുബുൽ എന്ന് പറയണം, ശൈഖുൽ മശായിഖ് എന്ന് പറയണം, മുദബ്ബിറുൽ ആലം എന്ന് പറയണം. ആണ് തീരുമാനിച്ചാൽ എന്നെ ഉസ്താദ് പറഞ്ഞല്ലോ. ഉസ്താദ് എന്താ പറഞ്ഞിട്ട് തീരുമാനിക്കണം വെച്ച് പറഞ്ഞേ, ഞാൻ എനിക്കത് തീരുമാനിച്ചാൽ പോരെ? ഞാൻ തീരുമാനിച്ചായിട്ടാണ് മൂപ്പര് വരാത്തേ. ഞാൻ പിന്നെ മൂപ്പരോട് അങ്ങനെ ചോദിക്കുന്നത് ശരിയില്ലാതെ വിചാരിച്ചാൽ പറയാൻ കഴിയേ? ഏത് അടുപ്പൊന്നും ഉണ്ടായിരിക്കുക കുഞ്ഞമ്മിന്റെ ഭാഷ ചോദിക്കട്ടോ, ഒക്കെ പോലെ ഭാഷ കേട്ടോ. എല്ലാത്തിനും ക്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ഇങ്ങോട്ട് എങ്ങനെ വിളിക്കണം അതേമാതിരി തന്നെ വിളിക്കുള്ളൂ. അത് തൂക്കൊക്കെ ആണല്ലോ, അങ്ങനെയല്ലോ. കുഫു വെക്കണമെങ്കിൽ അത് വേണ്ടേ? ഇങ്ങോട്ട് പ്രയോഗിച്ച് പ്രയോഗം അങ്ങോട്ട് തരിക, ആ നിൽക്കാണ്. ഞങ്ങളാണ് പഠിപ്പിക്കുന്ന എപ്പിസോഡ് കൊണ്ട് ഇനി ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ എന്താ പറയേണ്ടത് ഞങ്ങളാ തീരുമാനിക്കലേ എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിക്കാറ്. ഇപ്പൊ ചെന്ന് ചോദിക്കുക, എന്താണ് സുൽത്താൻ ഔലിയ എന്ന് പറയാത്തത്? എന്താണ് ശൈഖുൽ മശായിഖ് എന്ന് പറയാത്തത്? എന്താണ് ഖുതുബുൽ ആലം എന്ന് പറയാത്തത്? എന്താണ് മുദബ്ബിറുൽ ആലം എന്ന് പറയാത്തത്? എപ്പിസോഡ് ഇജ് പഠിപ്പിച്ചായിട്ട് പറയാത്തത്? ചില പറയാൻ ഞാൻ പഠിപ്പിച്ചിരുന്നു, അത് പഠിപ്പിച്ചാൽ പോരെ? എനിക്ക് ചോദിച്ചെടുക്കണ വരില്ലല്ലോ. അടുത്ത തീരെ പഠിപ്പിച്ചാൽ അങ്ങനത്തെ ആൺകുട്ടിയാണെങ്കിൽ ഇത് ആണാണെങ്കിൽ പഠിപ്പിക്കടാ, ആ കാണ്ടിത് എൻ്റെ നാവിൽ അസറുണ്ടെങ്കിൽ പഠിപ്പിക്കേ. ഉസ്താദിനെ കൊണ്ട് ഉസ്താദ് ദേശം പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾക്കുണ്ട്, വേറെ വിഷയം അല്ല. ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പഠിപ്പിക്കുന്നില്ല. എന്നാൽ ചെന്ന് പഠിപ്പിച്ചാ എന്ന് കാണട്ടെ. എൻ്റെ നാവിന് അത്ര അസറുണ്ടെങ്കിൽ എന്ന് പഠിപ്പിക്കേ. വെറുതെ എന്തെങ്കിലും വിളിച്ചത് സ്റ്റേജ് മേടിക്കാണ്ട്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.